ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേടൻ്റെ രാഷ്ട്രീയം BJP രാഷ്ട്രീയമാണ്. കാരണം വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നാണ് വേടൻ പറയാൻ ആഗ്രഹിച്ചത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം. എന്താണ് ഇവർക്ക് ശബ്ദമില്ലാതായത്? ജാതീയമായി താഴെ നിൽക്കുന്നത് കൊണ്ടാണോ ഇവർ ശബ്ദമില്ലാത്തവരായത്? സാമ്പത്തികമായി താഴേക്ക് പോയത് കൊണ്ടാണോ ശബ്ദമില്ലാത്തവരായത്? അധികാരങ്ങളില്ലാത്തത് കൊണ്ടാണോ ശബ്ദമില്ലാത്തവരായത്? അപ്പോൾ ശബ്ദമില്ലാത്തവർ ആരാണ്? അവരുടെ ശബ്ദമാണ് തൻ്റെ എഴുത്തുകൾ എന്നാണല്ലോ വേടൻ പറയുന്നത്. ശബ്ദമില്ലാത്തവർ ജാതീയമായി താഴെ പോയവരാണെന്നാണ് വേടൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനാരാണ് കാരണക്കാർ? ഇത്രയും നാൾ കൊണ്ട് ഇവിടെ ഭരിച്ചതാരാ? പുരോഗമന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, പാവങ്ങളെ സംരക്ഷിക്കണമെന്ന് തീരുമാനിച്ച, ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച, അവരുടെയൊക്കെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ 10-70 വർഷം കൊണ്ട് അധികാരത്തിലും പ്രതിപക്ഷത്തിലുമായിട്ട് പ്രവർത്തിച്ച് ഇത്രയും എത്തിയപ്പം ഇവിടെ ഒരു വേടം എന്ന് പറയുകയാണ് ഇവർക്ക് ആർക്കും ശബ്ദമില്ലെന്ന്. അപ്പോൾ ആരാ കാരണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സർക്കാർ എന്നാണ്. ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞാൽ കോൺഗ്രസിനെ അത്രയും ഞാൻ പറയത്തില്ല. കാര്യം കോൺഗ്രസ് അല്ല ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മറ്റവരാ. നിങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ. സത്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ ശബ്ദം ഇല്ലാതാക്കി, അവരെ ഈ പരുവത്തിലാക്കി, കോളനികളിൽ നിന്ന് കോളനികളിലേക്ക് മാത്രമാക്കി അവരെ മാറ്റി മുന്നോക്കമെന്നും പിന്നോക്കമെന്നും സർക്കാർ തരംതിരിച്ച് വെച്ചേക്കുകയാണ്. എന്തിന് മുന്നോക്കം എന്നാണ് പറയുന്നത്, എന്തിന് പിന്നോക്കം തിരിക്കുന്നു? ഇങ്ങനെ തിരിച്ചിവരെ രണ്ടാക്കി മാറ്റി വെച്ചവർക്ക് വേണ്ടിയിട്ടാണ് വേടൻ വാദിക്കുന്നതെങ്കിൽ വേടന്റെ ശബ്ദവും BJPയുടെ ശബ്ദവും ഒന്നല്ല. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.